ഇതൊക്കെ അച്ഛൻ നേരത്തെ അറിഞ്ഞിട്ട് ഞങ്ങളോട് എന്തുകൊണ്ടാ പറയാതിരുന്നത്? നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് അവനെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഉറപ്പ് തരാൻ പറ്റണം. അങ്ങനെ ഒരു കണ്ടീഷനിലല്ലായിരുന്നു ആ സമയത്ത്. പിന്നെ യുഎയിലെ രാജകുടുംബമായിട്ട് നല്ല അടുപ്പമുള്ളത് കൊണ്ട് അറസ്റ്റിലായ ആദർശിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. എന്നാലും ഇതിനൊക്കെ കാരണക്കാരാരാന്ന് അറിയില്ലല്ലോ അച്ഛാ. അതിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണങ്ങൾ നടക്കുന്നേ ഉള്ളൂ. AN ജ്വല്ലറിയാണ് പ്രധാനമായും സംശയിക്കേണ്ടത്. നാട്ടിൽ നിന്നും അവരെ സഹായിക്കാൻ ആളുണ്ട്. ഇവിടെ നിന്ന് ആദർശ ഫ്ലൈറ്റ് കയറിയപ്പോ തന്നെ അവിടെ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് അവൻ റൂമിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അറസ്റ്റ് ഉണ്ടായത്. പക്ഷേ ഈ കെണി ഒരിക്കലും ആർക്ക് മനസ്സിലായില്ല നമുക്ക് അവിടെയുള്ള സ്വാധീനം. അറബികൾ പോലും ആശ്രയിക്കുന്ന ജ്വല്ലറിയാണ് മൂർത്തി ജ്വൽ. നമ്മുടെ പാരമ്പര്യവും അതുപോലെ നമ്മൾ ബിസിനസ്സിൽ കാണിക്കുന്ന സത്യസന്ധതയും ഒക്കെ അവർക്കറിയാം. പിന്നെ എന്നെപ്പോലെ ഒരാളുടെ കൊച്ചുമോൻ ഒരു കാരണവശാലും തെറ്റ് ചെയ്യില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. എന്തായാലും AN ജ്വല്ലറി എല്ലാം പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പില്ല. നമ്മൾ ഇനി അതിനെ അതിജീവിക്കാണ് വേണ്ടത്. ആദർശിനെപ്പോൾ വാശിയായി കാണും കാര്യങ്ങൾ എത്രത്തോളം എത്തിയ സ്ഥിതിക്ക്. അവനോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ അച്ഛാ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവനോട് എത്തുകയും ചെയ്യും. അത് മറ്റൊന്നും കൊണ്ടല്ല, നയനമോളുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട്. അതുപോലെ തന്നെ അവിടെ ഇനി എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ രണ്ടാൾ മാത്രം പോകണ്ട, ഞാനും കൂടെ വരാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അവശനായ അച്ഛനെ ഒറ്റയ്ക്ക് വിട്ടു എന്നുള്ള ഒരു പേര് ദോഷവും വേണ്ട. ഈ സംഭവം അറിഞ്ഞ ശേഷം നയനമോളുടെ സന്തോഷമാണ് സത്യം പറഞ്ഞ ആശ്വാസമായത്. അതെ അതെ, ഏത് നേരവും മൊബൈലിന് മുമ്പിലായിരുന്നു എന്താ അവിടെ സംഭവിച്ചെന്ന് അറിയാനായിട്ട്. എന്തായാലും ഒരു 2-3 മാസമെങ്കിലും കഴിയാതെ അവൻ വരത്തില്ലെന്നാ കരുതിയത്. ആ സങ്കടം ശമിച്ചല്ലോ. നയനയുടെ പ്രാർത്ഥനയും ആ കുട്ടിയുടെ നന്മയും ആദർശന് തുണയായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവനെ ആർക്കും തളയ്ക്കാൻ പറ്റാത്തത്. അറിയാലോ, നമ്മുടെ എതിരാളികളൊക്കെ കരുതിയിരിക്കുന്നത് ഞാൻ ഇപ്പോഴും ജയിലിലാണെന്ന്. ഞാൻ സ്റ്റേഷനിൽ നിന്ന് റിലീസായ വിവരം അവരാരും അറിഞ്ഞിട്ടില്ല. തൽക്കാലം ആ വിവരം ആരും അറിയണ്ട. അതുപോലെ തന്നെ ഞാൻ ജയിലിലാണെന്ന് പരസ്യപ്പെടുത്തണം. നാളെ രാത്രിയിലെ ഫ്ലൈറ്റിൽ എനിക്ക് പോകണം. പുലർച്ചെ ഒരു 3 മണിക്ക് മുന്നേ എനിക്ക് നാട്ടിലെത്തണം. ഞാൻ ഇവിടെ എത്തിയതിനു ശേഷം മാത്രം ഈ വിവരം എല്ലാവരും അറിഞ്ഞാൽ മതി. എന്നെ ജയിലിൽ കിടത്തണമെന്ന് ആഗ്രഹിച്ചവര് അത് നടക്കാതെ വരുമ്പോഴേക്കും അതിനുവേണ്ടി അടുത്ത മാർഗം നോക്കുമെന്ന് പറയാൻ പറ്റില്ല. സാറിന് ജയിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയിട്ട് സാറിനെ ഇങ്ങോട്ട് വരുത്തിച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ജ്വല്ലറി ഇപ്പൊ രണ്ടാമത്, AN ജ്വല്ലറിയാ ഒന്നാമത്. എന്തുകൊണ്ടാണ് ജ്വല്ലറി താഴേക്ക് പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചില പരസ്യങ്ങൾ കഴിഞ്ഞ 1 മാസമായിട്ട് AN ജ്വല്ലറി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് സാറിന്റെ വൈഫിന്റെ ചേച്ചി വെച്ചുള്ള പരസ്യവും ഇവിടുത്തെ ചാനലുകളിൽ അവർ കൊടുത്തിരുന്നു. മൂർത്തീസ് ജ്വല്ലറിയുടെ മരുമകൾ AN ജ്വല്ലറിയിൽ എന്നും പറഞ്ഞ പരസ്യം ചെയ്തത്. എന്ന് വെച്ചാൽ മൂർത്തീസ് ജ്വല്ലറിയേക്കാളും നല്ല സ്വർണം AN ജ്വല്ലറിയുടെ ആണെന്ന് സാറിന്റെ വൈഫിന്റെ ചേച്ചി തന്നെ പരസ്യത്തിലൂടെ പറയുന്നുണ്ട്. കുടുംബത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നെ ഇവിടുത്തെ ജയിലിലാക്കിയിട്ട് നാട്ടിലെ ബിസിനസ് തകർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടികൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് കെയർഫുൾ ആയി നീങ്ങിയേ പറ്റൂ. ഇന്നത്തെ ദിവസം ഒരു 4-5 മീറ്റിംഗ് ഞാൻ വിളിച്ചിട്ടുണ്ട്. വിശ്വസ്തരായ എല്ലാവരും എത്തിക്കണം. ഇപ്പൊ കമ്പനിക്കകത്ത് ചാരന്മാർ കടന്നുകൂടിയിട്ടുണ്ട്. അവരാണ് നമ്മുടെ ഐഡിയാസ് ഒക്കെ മറ്റുള്ളവർക്ക് ചോർത്തി കൊടുക്കുന്നത്. സാറിന്റെ വൈഫിന്റെ ഡിസൈൻ ആയിരുന്നു ഇവിടെയും ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരുന്നത്. AN ജ്വല്ലറിക്കാര് അതിനേക്കാൾ നല്ല ഡിസൈനർമാരെ കൊണ്ടുവന്നു. അവിടെയും നമുക്ക് ചെറിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും പരിഹാരം കാണാം. എന്തായാലും എന്നെ ജയിലിൽ കിടത്തിയിട്ട് കമ്പനി പൊളിക്കാനുള്ള എതിരാളികളുടെ പ്ലാൻ നമ്മൾ പൊളിച്ചല്ലോ. ഇനിയേ ഞാൻ നാട്ടിലെത്തിയിട്ട് എല്ലാവരുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് മുമ്പോട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. ശരി സാർ. ഇല്ലില്ല, നമ്മളത് എത്തിയല്ലോ. കരണ്ടേ ദുഃഖിച്ച് ഹാളിൽ തന്നെ ഉണ്ട്. മോന്റെ വിളിയും പ്രതീക്ഷിച്ച്. ജയിലിൽ കിടക്കുന്നവൻ എങ്ങനെ വിളിക്കാനമ്മേ? എന്താ എല്ലാരും കൂടെ പോയിട്ട് ഇത്രയും വൈകിയത്? നവ്യക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു സിനിമ കാണാൻ പോയി. പിന്നെ ഫുഡും കഴിച്ചിട്ടാ വരുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ഫുഡ് നീ തന്നെ ഉണ്ടാക്കണം. അല്ല, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ ഇടത്തി പോയത്. അച്ഛനും ജയേട്ടനും തണുത്തതൊന്നും കഴിക്കില്ല. എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം. എന്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കുന്ന പോലും ഇല്ലല്ലോ അമ്മായി. ഞാനെന്തിനാ എടുക്കുന്നത്? എടുക്കാൻ ജലജീവനൊക്കെ ഇവിടെ ഇല്ലേ? എടാ, ആ കുഞ്ഞിനെ വാങ്ങിക്കേ. ആദർശേട്ടന് വിളിയൊന്നും വന്നു കാണത്തില്ലായിരിക്കും. അതിന്റെ ദേഷ്യമായിരിക്കും ഞങ്ങളോടൊക്കെ കാണിക്കുന്നത്. അതിന്റെ മാത്രമല്ല, അതിനപ്പുറം ചില നീരസങ്ങള് നിന്റെ ഭർത്താവിനോടും അമ്മായിയമ്മയോടും എനിക്കുണ്ട്. ഇവനോട് കാണിക്കാവുന്ന വൈരാഗ്യമൊക്കെ കാണിച്ചില്ല അമ്മായി. ദേ ഇപ്പൊ ഇവനൊരു ജോലി പോലും ഇല്ല. കമ്പനിയെ തകർക്കുന്ന ഒരുത്തൻ അവിടെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചിന്തിക്കുന്നോണ്ടാ പ്രതീക്ഷിക്കാത്ത പലതും ഇവിടെ ചിലർക്കൊക്കെ നേരിടേണ്ടി വരുന്നത്. അതിനെപ്പറ്റി ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അവനവന്റെ പ്രവൃത്തിക്കുള്ള ഫലം അവനവന് തന്നെ കിട്ടും. അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനൊന്നും പറ്റില്ല. കുഞ്ഞിങ്ങിതാ അവളുടെ സംസാരത്തിനൊക്കെ ഞാൻ മറുപടി പറയണോടി. ഒന്നും വേണ്ട കേട്ടേ, ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. അവൾക്കൊന്നും അറിയാത്തിടത്തോളം കാലം ഇങ്ങനെയൊക്കെ സംസാരിക്കുവാണെങ്കിൽ അവളുടെ നാവിന് നീയും ഇവനും കൂടി കടിഞ്ഞാണ്ടിടണം. എടാ, ആ ഗോഡൌണിൽ കുറച്ച് ആക്രി സാധനങ്ങളുണ്ട്. അത് നീ എത്രയും പെട്ടെന്ന് ആക്രിക്കടയിൽ കൊണ്ടു കൊടുക്കണം. ആക്രിക്കടയിൽ വിളിച്ചാൽ അവരൊന്ന് സാധനങ്ങൾ എടുത്തോണ്ട് പൊക്കോളൂല്ലോ അമ്മായി. അത് വേണ്ട, നീ അത് എടുത്തിട്ട് ആ മുറി വൃത്തിയാക്കണം. ജലജയും കൂടി നിന്നെ സഹായിക്കും. ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളാം ഏട്ടട്ടെ. ഞങ്ങൾക്ക് അതിനൊന്നും ഒരു മടിയില്ല, അല്ലേടാ? രാവിലെ മുതൽ അച്ഛൻ ഡയറി നോക്കാൻ തുടങ്ങിയതാണല്ലോ. വെറുതെ ഡയറി കുറിപ്പ് നോക്കുകയല്ല, ഈ മാസത്തെ കടം നോക്കുക. ഏതാണ്ട് പലിശ മാത്രം ഒരു 3-3.5 ലക്ഷം രൂപ വേണ്ടി വരും. പിന്നെ ബാങ്ക് ലോൺ, ഇൻസ്റ്റാൾമെന്റ്, പാലുകാരൻ, പത്രക്കാരൻ, പിന്നെ മീൻകാരൻ, എല്ലാം കൂടെ ഒരു 4-4.5 ലക്ഷം രൂപ വേണ്ടി വരും. അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തൊക്കെ സംഭവിച്ചാലും അനിയെ കളഞ്ഞിട്ട് വരരുതെന്ന്. എന്നിട്ട് നമ്മൾ കേട്ടില്ലല്ലോ. ഇപ്പോഴും കോടതിയിൽ കേസ് കിടക്കുകയാണ്. കോടതിയിൽ കരഞ്ഞു മെഴുകിയാൽ കോടതി ചിലപ്പോൾ നഷ്ടപരിഹാരം വാങ്ങിച്ചു തരും അനന്തപുരിക്കാരുടെ കയ്യിൽ നിന്നും. അതുകൊണ്ട് കടമെങ്കിലും വീട്ടാം. അതൊന്നും നടക്കും തോന്നുന്നില്ല. ഞാൻ മെന്റൽ പേഷ്യന്റ് ആണെന്ന് അവർ കോടതിയിൽ പ്രൂവ് ചെയ്തില്ലേ? എല്ലാവരും പറഞ്ഞത് അനന്തപുരിക്കാരോട് മുട്ടാൻ നിൽക്കരുത്. അതിനിടയ്ക്ക് കേരളത്തിലെ ഏറ്റവും പേരുകേട്ട വക്കീലിനാ നിനക്ക് വേണ്ടി വെച്ചത്. അയാൾക്ക് എന്തായാലും ഫീസൊന്നും കൊടുക്കേണ്ടി വന്നില്ല. നഷ്ടപരിഹാര തുകയുടെ 25% കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് വലിയ തുകയൊന്നും കയ്യിൽ നിന്ന് പോയില്ല. പിന്നെ കോടതി ചെലവെന്നൊക്കെ പറഞ്ഞു കുറച്ച് പൈസ ചെലവായി. അല്ല, നീ ഒരുത്തനെ കണ്ടുവച്ചിട്ടുണ്ടല്ലോ. അവൻ UK-ലേക്കോ അമേരിക്കയിലേക്കോ പോവാൻ നിൽക്കുമല്ലേ? അവിടെ പോയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അയച്ചതാ. ഞങ്ങളും ജീവിക്കട്ടെ. മകളുടെ മരുമോന്റെ പണം കൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്കൊന്ന് നാണമില്ലേ? ഇത്രയും നാള് നീ സുഭിക്ഷമായി ജീവിച്ചത് എന്റെ പണം കൊണ്ടല്ലേടി മോളെ.
എന്തോന്ന് പണം? സകല ആൾക്കാരുടെ കയ്യിൽ നിന്നും കടം വാങ്ങി. അതാണല്ലോ ഇപ്പൊ തിരിച്ചടയ്ക്കാൻ പറ്റാതെ ഡയറിയിലേക്ക് നോക്കി കണ്ണും തള്ളി നിൽക്കുന്നത്. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തെങ്കിലും വരുമാനം കണ്ടെത്തിയേ പറ്റും. എല്ലാ മാസവും 5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ചെലവുണ്ട്. അത് എവിടെ നിന്നുണ്ടാക്കും? പിന്നെ പെട്ടെന്ന് കാശുണ്ടാക്കാൻ ഒരു മാർഗമുണ്ട്. എന്തോന്ന്? നിങ്ങളെ ആരെങ്കിലും ഒക്കെ കൂട്ടിയിട്ടേ മുഖം മറച്ച് രാത്രിയിൽ അങ്ങ് മോഷണത്തിന് പോയാൽ മതി. നല്ല ഭാര്യ. ഇങ്ങനെ തന്നെ വേണം ഭർത്താക്കന്മാരെ ഉപദേശിക്കാൻ. അല്ലാതെ ജോലിയും കൂലിയും ഇല്ലാത്ത നിങ്ങളോട് ഞാൻ എന്തോ പറയാനാ? ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ആരെ കാണാൻ പോവാ? എന്റെ കുട്ടിയെ കാണാൻ. അതൊന്നു ഞാൻ കെട്ടാൻ പോകുന്ന പയ്യനെ തന്നെ, ഷെഫിനെ. അവനാണ് ആകെയുള്ള ഒരു രക്ഷ. ഇനി അവന്റെ സ്വഭാവം എന്താണെന്ന് ദൈവത്തിന് തന്നെ അറിയാം. എന്തായാലും നട്ടലില്ലാത്ത അനന്തപുരിയിലെ സന്തതികളെ പോലെ ആവില്ല എന്റെ സ്റ്റെഫിൻ. അവൻ നല്ലൊരു ചെറുപ്പക്കാരനാ. എങ്ങനെയെങ്കിലും ഈ ഡിവേഴ്സ് ഒന്ന് കഴിഞ്ഞിട്ട് വേണം അവനിപ്പം UK പോയി അടിച്ചു പൊളിച്ച് ജീവിക്കാൻ. നാളെ നിന്റെ മോളോട് അധികം സ്വപ്നം കാണരുതെന്ന് പറയണേ രേവതി. അവൾ ഏതായാലും അവളുടെ ഭാവി സുരക്ഷിതമാക്കി. നിങ്ങൾ എങ്ങനെയെങ്കിലും 1-2 മാസത്തേക്ക് ഈ കടമൊക്കെ ഒന്ന് അടച്ചു തീർക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു വിസയൊക്കെ സംഘടിപ്പിച്ച് നമുക്കും അങ്ങോട്ട് പോവാം. പിന്നെ കടക്കാരുടെ ശല്യം ഉണ്ടാവത്തില്ലല്ലോ. പലിശക്കാരും വീട്ടിൽ കയറി ഇറങ്ങത്തില്ല. ഇനി അതേ ഉള്ളൂ ഒരു രക്ഷ. നിർത്ത്. ഇവളെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എന്തായടാ, നീയൊക്കെ കൂടെ എന്നെ കോടതിയിൽ മെന്റൽ പേഷ്യന്റ് ആക്കിയില്ലേ? അവിടെ കിടന്ന് അഴിഞ്ഞാടിയില്ലേ? ഇപ്പൊ കോടതിയുടെ സഹായത്തോടെ എന്താ നിനക്ക് നിന്റെ ഏട്ടനെ പുറത്തിറക്കാൻ പറ്റുന്നേ? അതൊക്കെ ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം. അതിലൊക്കെ നീ എന്തിനാ ഇടപെടുന്നേ? അയാൾക്ക് മാത്രമല്ലടാ, നിനക്കും അങ്ങനെ ഒരു വിധി വരും. എടി, നീ നിന്റെ നാവെടുത്ത് പറഞ്ഞാലും നീ പ്രാഗിയാലും ഞങ്ങൾക്കാർക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അടുത്ത കോടതി കൂടുമ്പോ അധികം സാമർത്ഥ്യം കാണിക്കാൻ നിൽക്കാതെ ഒന്ന് ഒഴിഞ്ഞു പോകാൻ നോക്ക്. അത്ര പെട്ടെന്ന് ഞാൻ ഒഴിഞ്ഞു പോയില്ലടാ. അങ്ങനെ ഞാൻ ഒഴിഞ്ഞിട്ട് നിന്റെ ജീവിതത്തിലേക്ക് വേറൊരുത്തിയെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വരാന്ന് നീ കരുതണ്ട. ഓ, നീ ഒഴിഞ്ഞു പോകണ്ടടി. നിന്നെ ഒഴിപ്പിച്ചുവിടാൻ മിടുക്കുള്ള വക്കീല എന്റെ കൂടെ ഉള്ളത്. എന്നിട്ടാ മിടുക്കുള്ള വക്കീൽ എന്തുകൊണ്ടാ നിന്റെ ഏട്ടനെ ഇറക്കിക്കൊണ്ട് വരാത്തെ? ബുദ്ധിവികാസമില്ലാത്ത പെണ്ണാണ് നീ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ ദുബായ് ജയിലിൽ കിടക്കുന്ന എന്റെ ഏട്ടനെ നവീൻ ഇറക്കിക്കൊണ്ടുവരാൻ നീ പറയില്ലായിരുന്നല്ലോ. അയാൾ കുറെ കാലം അവിടെ കിടക്കൂടാ. അതുപോലായിരുന്നു നിന്റെ ഏട്ടത്തിന്റെ ഒക്കെ അഹങ്കാരം. നീ എല്ലാം കൂടെ പാവം അഭിയേട്ടനെ പോലും ജയിലിൽ കയറ്റില്ലേ? അതിനുള്ള തിരിച്ചടിയാ നിന്റെ ഏട്ടന് കിട്ടിയത്. ഗൾഫിലുള്ള നിന്റെ ജ്വല്ലറിക്ക് പ്രശ്നം ഉണ്ടായതൊക്കെ ഞാൻ അറിഞ്ഞു. ഇനി നാട്ടിലുള്ളതും തകച്ചോടാ. അപ്പൊ ഇവള് കാര്യങ്ങൾ അറിയുന്നുണ്ട്. നീ എന്താ ആലോചിക്കുന്നേ? ഞാൻ പറഞ്ഞത് അതേപടി സംഭവിച്ചിരിക്കും. മൂർത്തീസ് ജ്വല്ലറിയുടെ തകർച്ച തുടങ്ങിയെന്ന് നീ കൂട്ടിക്കോ. ഏട്ടൻ നാട്ടിലില്ലെങ്കിലും ജുവലർ നോക്കി നടത്താൻ ഇവിടെ ആളുണ്ടടി. ഏട്ടന്റെ സ്ഥാനത്ത് ഇപ്പൊ ഞാനാ കമ്പനി നോക്കുന്നത്. നീയാ ഇപ്പൊ MD എന്ന് അറിഞ്ഞായിരുന്നു. അതുകൊണ്ട് നിനക്ക് നിന്റെ ഏട്ടൻ തിരിച്ചു വരണമെന്ന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരിക്കും. അയാള് തിരിച്ചു വരാതിരുന്ന MD കസേരയിൽ നിനക്ക് ഉറച്ചിരിക്കാലോ. അതിനെ നിന്നെ നിന്റെ അച്ഛനെ അമ്മയും പോലെ ചിന്തിക്കുന്ന ഒരുത്തനല്ല ഞാൻ. ഒന്നും വെട്ടിപ്പിടിക്കാനും എനിക്ക് ആഗ്രഹമില്ല. എന്റെ ഏട്ടൻ നാട്ടിലില്ലാത്തപ്പോ എന്റെ മുത്തച്ഛനും വല്യച്ഛനും അച്ഛനും ഏട്ടനും ഒക്കെ പടുത്തി ഉയർത്തി കമ്പനി തകരാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാ ഞാൻ ഓടി നടക്കുന്നത്. സമ്പത്തിന്റെ പിന്നാലെ പോകുന്നവരല്ല അഭിയൊഴിച്ച അനന്തപുരിയിലെ ആണുങ്ങള്. പുറമെ പുണ്യാളന്മാരാ, പക്ഷെ അകത്ത് ചെന്നായ്ക്കളുടെ മനസ്സാ എല്ലാത്തിനും. ഓ, അതുകൊണ്ടായിരിക്കും നിന്റെ വീട്ടില് നിന്റെ അച്ഛനെ തിരക്കി പലിശക്കാരിങ്ങനെ കയറി ഇറങ്ങുന്നത് അല്ലെ? എടി, നാട് നീള അയാൾ പറ്റിച്ചോണ്ട് നടക്കല്ലേ? എടാ, നീയൊക്കെ പണം സമ്പാദിച്ചെന്ന് പറഞ്ഞിട്ട് എന്തുവാണ് കാര്യം? വലിയ കുടുംബക്കാരാണെന്ന് പറഞ്ഞിട്ട് എന്തുവാ കാര്യം? നീ ഒരാണാണോ? നീയുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിലേക്ക് ഒരു സ്മാർട്ട് ആയിട്ടുള്ള പയ്യൻ കടന്നു വരും. നീ ഒന്ന് കണ്ടില്ലേ പാർക്കിൽ വെച്ചവനെ? ആര്? ആ കുളിക്കാതെ നനയ്ക്കാതെ നടക്കുന്നവനോ? അവൻ കുളിക്കാൻ നനയ്ക്കൊന്നും വേണ്ടടാ. പക്ഷെ ഒരു പെണ്ണിനെ സന്തോഷിപ്പിക്കാൻ അവൻ അറിയാം. അവനുമായിട്ട് ഒന്നിച്ച് ജീവിച്ച കൂടെ ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നും. നിന്നെ കല്യാണം കഴിച്ച ശേഷം നീ ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഒരേപോലായിരുന്നു. വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കും. ചത്തിട്ട് ചിതയിലോട്ട് വെക്കുമ്പോ വിറകിന് പകരം നോട്ടടിക്ക് വെക്കാലോ. എന്നിട്ട് അതിൽ നിന്നെ കത്തിക്കാം. നിന്റെ സമ്പാദ്യം കൊണ്ട് അത് മാത്രമാ പ്രയോജനം. ഭർത്താവ് ജയിലിലായതിന്റെ വേദനയിൽ നിൽക്കും അവള്. മോളെ, എന്താ? ആദർശിന്റെ മുത്തച്ഛന് ഇവിടെ മാത്രമല്ല ഗൾഫിലും സ്വാധീനമുണ്ട്. അതുകൊണ്ട് അധിക ദിവസമൊന്നും ആദർശ് മോന് ജയിലിൽ കിടക്കേണ്ടി വരില്ല. എങ്കിലും അബിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കാല് പിടിച്ചപ്പോ ഞാനും നന്ദു ഒന്നും അത് കേട്ടില്ലല്ലോ. അതിന്റെ തിരിച്ചടി ഞങ്ങൾക്കൊക്കെ കിട്ടിയല്ലേ പറ്റൂ. നന്ദു ഇപ്പൊ കിടപ്പിലായി. ആദർശേട്ടനുണ്ടായ വിധി ഓർത്ത് ഞാനിവിടെ കരഞ്ഞു തളർന്നു കിടക്കോ. ഇതൊക്കെ നിങ്ങളുടെ മോനോട് ചെയ്ത ക്രൂരതയുടെ ഫലമല്ലേ? അവന്റെ ഭാഗത്ത് തെറ്ററിഞ്ഞതോടെ അതൊക്കെ ഇല്ലാതായി മോളെ. അവൻ ചെയ്തതേ ആർക്കും പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളാ. അതേപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഒരു പതനം ഉണ്ടാവുമ്പോ ഒന്ന് ഒതുങ്ങും. അത് കഴിഞ്ഞ് ഒരവസരം വന്നാ വീണ്ടും പത്തി വിടർത്തും. അതാണ് അമ്മയുടെ മോന്റെ സ്വഭാവം. ഇനി ഒരുത്തി വരുന്നുണ്ട്, വിദേശത്തെ പഠനമൊക്കെ കഴിഞ്ഞിട്ട്. അവൾ ഇനി എങ്ങനെയാണോ എന്തോ, മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടവളാ. ആ അനാമികയെ പോലെയൊക്കെ ആണെങ്കിൽ അവള് പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നോളും. അയ്യോ, അവൾ എന്നെ പോലെ തന്നെ ഭയങ്കര പാവാ. ആര് പാവം? നിങ്ങളുടെ മോള് നിങ്ങളെ പോലെ ആകരുതെന്നാ ഈ വീട്ടിലെ എല്ലാവരുടെയും പ്രാർത്ഥന. ആദർശേട്ടൻ ജയിലായതില് നിങ്ങൾ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ മോന്റെ കഥകൾ അറിഞ്ഞതുകൊണ്ട് മാത്രമാ നിങ്ങൾ കുത്തുവാക്കുകളൊന്നും പറയാത്തത്. എന്നാ ഇപ്പോ നവ്യേച്ചി പറയുന്നുണ്ട് അബിയോട് ഞാനും നന്ദുവും ചെയ്തതിന്റെ തിരിച്ചടിയാ ഞങ്ങൾക്ക് കിട്ടിയതെന്ന്. അതൊക്കെ കേട്ടിട്ടെ മരുമോൾക്കൊപ്പം നിൽക്കേണ്ട ആള് ഇങ്ങനെ മാറി ചിന്തിച്ചത് സ്വന്തം മോൻ അത്രയ്ക്ക് ദുഷ്ടനാണെന്ന് അറിഞ്ഞതുകൊണ്ടാണോ? നീ ഇനി എന്തു പറഞ്ഞാലും ശരി, ഞാൻ പ്രാർത്ഥനയോട് പ്രാർത്ഥനയായിരിക്കും ആദർശ് മോൻ മടങ്ങി വരാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ പ്രാർത്ഥന എന്താന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അതിനൊപ്പം ദൈവം നിൽക്കില്ല. ആദർശേട്ടൻ എപ്പോഴായാലും മടങ്ങി വരും. ആ ഉറപ്പ് എനിക്കുണ്ട്. അയ്യോ, നിന്റെ നാവ് പൊന്നാവട്ടെ. ഇവളുടെ നാവ് പുഴുത്തു പോണം. അവനെ തൂക്കിൽ വെച്ചണം. അതാണ് എന്റെ സന്തോഷം.